പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് മെയ് 12 തിങ്കളാഴ്ച ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് യൂണിറ്റിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് അനുവദിച്ച ഇ.ടി.പിയുടെ പ്രവൃത്തി ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-2025 വർഷത്തിൽ എം.പി. ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച നേത്ര ശസ്ത്രക്രിയയ്ക്കായുള്ള ഓപ്പറേഷൻ തിയേറ്റർ, ജില്ലാ പഞ്ചായത്ത് ബ്ലഡ് ബാങ്ക് വഴി നവീകരിച്ച ഗൈനക്കോളജി, ജനറൽ സർജറി, ENT, ഓർത്തോപീഡിക് എന്നീ വിഭാഗങ്ങളുടെ 3 ഓപ്പറേഷൻ തിയേറ്ററുകൾ, നവീകരിച്ച ഓട്ടോക്ലേവ് സംവിധാനം, പ്രീ മെഡിക്കേഷൻ, റിക്കവറി റൂമുകൾ എന്നിവയാണ് നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത്. പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് മെയ് 12 തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് യൂണിറ്റിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് അനുവദിച്ച എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ പറഞ്ഞു. 12 ലക്ഷം രൂപക്കാണ് നമ്മുടെ ഒഫ്താലിന്റെ ആ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ പുതിയതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാടിന് സമർപ്പിക്കുന്നത്. അതോടൊപ്പം പെരിന്തൽമണ്ണയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശവുമാണ് നമ്മുടെ ഹോസ്പിറ്റൽ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് വിഭാഗം ഇവിടെ ഓപ്പറേഷൻ നടത്തും, കുറച്ച് വിഭാഗം അവിടെ ഓപ്പറേഷൻ നടത്തും. അതിനെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി HMCയിൽ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് കൂടുതലായിട്ട് ആവശ്യമായി വന്നു. തിയേറ്ററുകളെല്ലാം ഒരു കുടക്കീഴിലേക്ക് നമ്മൾ ഈ WNC കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ബ്ലഡ് ബാങ്ക് നമുക്ക് 40 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. MP.യുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് 12 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. ബാക്കി തുക അതിലേക്ക് ആവശ്യമായ ലൈറ്റുകൾ, കാരണം ഇന്ന് നമുക്കറിയാം മോഡേൺ ഓപ്പറേഷൻ തിയേറ്ററുകൾ നമ്മുടെ തിരൂരിലും നിലമ്പൂരിലൊക്കെ സജ്ജമാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ തിയേറ്ററിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ RMOയും സൂപ്രണ്ടൊക്കെ, അന്നത്തെ സൂപ്രണ്ടൊക്കെ നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഓട്ടോക്ലേവ്, അതുപോലെ തന്നെ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്തും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 70 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ 12-ാം തീയതി ബഹുമാന്യായ MP ഉദ്ഘാടനം ചെയ്യുന്നത്. ദിവസവും 16 ഡയാലിസിസുകളാണ് ജില്ലാ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഇത് 32 ഉയർത്തിയതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇതിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനാണ് ETP നിർമ്മിക്കുന്നത്. ഇപ്പോൾ 2 ഷിഫ്റ്റുകളിലായി 16ഓളം വരുന്ന ആളുകൾക്ക് നമ്മൾ സൗജന്യമായി ഡയാലിസിസ് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ 3-4 ഷിഫ്റ്റ് കൂടി അഡീഷണൽ വർദ്ധിപ്പിക്കുക, അതായത് ഒരു 16 ആൾക്ക് കൂടി കൂടുതൽ സേവനം കൊടുക്കുന്നതിന് വേണ്ടി ഡെയിലി 16 എന്നുള്ളത് നമ്മൾ 32ലേക്ക് മാറുകയാണ്. അപ്പോൾ അഡീഷണൽ 2 ഷിഫ്റ്റ് നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി മുന്നിലുണ്ടായിരുന്നത് തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. കാരണം മലിനജലം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കൃത്യമായൊരു സംവിധാനം ആശുപത്രിയിൽ വേണം. അത് ഇഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതായത് ETP എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 16 എന്നുള്ളത് 32ലേക്ക് എത്തുവാനും സമീപത്തുള്ള പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാനും സാധിക്കുമെന്ന് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണ് നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ETPയുടെ പ്രവർത്തനം നമ്മൾ അതും അന്ന് 12-ാം തീയതി നമ്മുടെ ബഹുമാനായ നമ്മുടെ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരവും അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുന്നുണ്ട്. ജില്ലാ ആശുപത്രിയിലെ വാഹന പാർക്കിംഗ് ഫീ ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പരാതികൾക്കിടയാക്കിയിരുന്നു. ഇത് പകുതിയാക്കി കുറച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് M.K. റഫീഖ പറഞ്ഞു. പാർക്കിങ്ങിൽ ഇപ്പോൾ 2 വീലറിനാണ് 50% ചുരുക്കിയല്ല. അതായത് 20 ഉണ്ടായിരുന്നത് 40 ആക്കിയതിന് 20 ഉണ്ടായിരുന്നത് 30 ആക്കി, 10 ഉണ്ടായിരുന്നത് 20 ആക്കിയത് നമ്മൾ 15 ഉള്ളത് നേരെ 10 ആക്കി മാറ്റി, പിന്നെ 30 ഉണ്ടായിരുന്നത് 20 ആക്കി മാറ്റി. ബൈക്കിന് 10 രൂപ, ഓട്ടോ 3-ന് 20, 4 ചക്രവാഹനം 30, അങ്ങനെ 50% ആക്കി കുറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ, മുൻ സൂപ്രണ്ട് ഡോക്ടർ AK റൌഫ്, RMO ദീപക് വ്യാസ്, ലേ സെക്രട്ടറി ഷീബ മാറോളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നേരത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടി ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നജീബ് കാന്തപുരം MLA, AK നാസർ, E രാജേഷ്, ഹംസ പാലൂർ, കുറ്റീരി മാനുപ്പ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.